JEF കോഓപ്പറേറ്റീവ് അക്കാദമിയുടെ കോഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് 1 പാർട്ട് 2 ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും ക്ഷണിക്കുന്നു. ഇന്നലെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. അതിലെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കോഓപ്പറേഷൻ്റെ മീനിങ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. കോഓപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോഓപ്പറേഷൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, സ്ലോഗൻ ഓഫ് കോഓപ്പറേഷൻ, ബേസിക് ഐഡിയ ബിഹൈൻഡ് കോഓപ്പറേഷൻ. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വ്യക്തികൾ പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഡെഫിനിഷൻസ് ഇന്ന് നമുക്ക് പഠിക്കാം. ബാക്കി ഡെഫിനിഷൻസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഒരുപാടുണ്ട്, അതുകൊണ്ട് കുറച്ചായി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICA 1995 കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. ICAൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടെ പറയാം. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് ICAൻ്റെ ഫുൾ ഫോം. മുൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് 1995 മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് ഒരു സെൻറ്ററിൻ്റെ കോൺഗ്രസ് സമ്മേളനം ഉണ്ടായി. അതിൽ ഇയാൻ മാക്ഫേഴ്സണ് കോഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കിലാണ് കോഓപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പിളും ഡെഫിനിഷനും പറയുന്നത്. ആ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോഓപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. കോഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. സ്വയംഭരണാധികാരമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഒരു കൂട്ടം വ്യക്തികളുടെ സ്വയംഭരണാധികാരമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ അസോസിയേഷനാണ് എന്ത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. യുണൈറ്റഡ് വോളണ്ടറിലി. ഈ വ്യക്തികളൊക്കെ എങ്ങനെയാണ് കോഓപ്പറേഷൻ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരുന്നത്? യുണൈറ്റഡ് വോളണ്ടറിലി. അവരുടെ സ്വയം ഇഷ്ടപ്രകാരം, ആരും കമ്പൽ ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല, അവരവരുടെ സ്വയം ഇഷ്ടപ്രകാരം സ്വയം ഭരണാധികാരമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതാണ് എന്ത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? To meet their common economic and social cultural needs. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? അവരുടെ എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവരുടെ കോമൺ ആയിട്ടുള്ള, എല്ലാവരുടെയും ഒരുപോലെയുള്ള കോമൺ ആയിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിരേഷൻസ്. സാംസ്കാരികവും സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്വയംഭരണാധികാരമുള്ള ഒരു അസോസിയേഷനായിട്ട് ഒരുമിച്ച് കൂടുന്നു. ത്രൂ ജോയിൻലി ഓൺഡ്. എല്ലാവർക്കും ഒരുപോലെ അധികാരമുണ്ട്. ജോയിൻലി ഓണേഴ്സ്. എല്ലാവരും ആ സൊസൈറ്റിയുടെ ഓണേഴ്സാണ്. എല്ലാ വ്യക്തികളും ഓണേഴ്സാണ്. ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആണ്. ജനാധിപത്യപരമായിട്ടുള്ള ഭരണ സംവിധാനമാണ്. എന്ന് വെച്ചാൽ 1 man 1 വോട്ടാണുള്ളത്. കളർ അടിസ്ഥാനത്തിലോ കാസ്റ്റ് അടിസ്ഥാനത്തിലോ അങ്ങനെ ഒരു തരത്തിലും എന്തില്ല, വ്യത്യാസങ്ങളില്ലാതെ അവരവരുടെ ഇഷ്ടപ്രകാരം സ്വയംഭരണാധികാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സൊസൈറ്റിയിലേക്ക് വന്നു ചേരുകയാണ്. വ്യക്തികൾ സ്വമേധയാ വന്നു ചേരുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കൾച്ചർപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരുപോലെ ഓണേഴ്സ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക്കലി ജനാധിപത്യപരമായിട്ട് കൺട്രോളുള്ള ഒരു സൊസൈറ്റി, ഒരു എൻ്റർപ്രൈസിലേക്ക് വന്നു ചേരുന്നതിനെയാണ് കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോഓപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് വോളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിരേഷൻസ് ത്രൂ എ ജോയിൻലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. എന്ന് വെച്ചാൽ സ്വയംഭരണാധികാരമുള്ള ഒരു കൂട്ടം വ്യക്തികൾ സ്വമേധയാ ഒരു
സൊസൈറ്റിയിലേക്ക് വന്നു ചേരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് വന്നു ചേരുകയാണ്. എല്ലാവർക്കും ഉടമസ്ഥാവകാശമുള്ളതും ജനാധിപത്യ ഭരണ സംവിധാനമുള്ളതുമായ ഒരു സൊസൈറ്റിയിലേക്ക്, ജനാധിപത്യ ഭരണ സമ്പ്രദായമുള്ളതുമായിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് വന്നു ചേരുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ICAൻ്റെ ഡെഫിനിഷൻ ഏറ്റവും ചുരുക്കിയിട്ട് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇത്രയും ഡെഫിനിഷൻസ് ഒന്നും പഠിച്ചെടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് പഠിച്ച് മൈൻഡിൽ ഓർത്ത് വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കീവേഡ് നോട്ട് ചെയ്യാം. ഓരോ ഡെഫിനിഷൻസിലും നമുക്ക് വേണമെങ്കിൽ ഓരോ കീവേഡ് നോട്ട് ചെയ്തിട്ട് അത് മാത്രം എന്ത് ചെയ്യുക, റിമൈൻഡറിൽ വെച്ചാൽ മതി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോണമസ് അസോസിയേഷൻ, ഓട്ടോണമസ് ICA ആ ഒരു ഇത് മൈൻഡിൽ എപ്പോഴും ട്രിഗർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓട്ടോണമസ് എന്ന് കാണുമ്പോൾ തന്നെ ഇത് ICAൻ്റെ ഡെഫിനിഷനാണ് എന്നുള്ളത് ഓർമ്മ വരും. അങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് മുഴുവൻ കാണാപ്പാഠം പഠിച്ച് ഇന്നതിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഓരോ ഡെഫിനിഷൻസിലും മറ്റു ഡെഫിനിഷൻസിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു വേർഡോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ട്രിഗർ ചെയ്ത് വെച്ചാൽ മതി. ICA 1995 എന്ന ഡെഫിനിഷനിൽ ഓട്ടോണമസ് അസോസിയേഷൻ ഉണ്ടോ, അത് ICA 1995ൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് റോബർട്ട് ഓവൻ. നമുക്ക് റോബർട്ട് ഓവൻ്റെ വേർഡ്സ് നോക്കാം. റോബർട്ട് ഓവൻ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോഓപ്പറേഷൻ പഠിച്ച എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. ഫാദർ ഓഫ് കോഓപ്പറേഷൻ ആണ് ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് കോഓപ്പറേഷൻ ആണ് റോബർട്ട് ഓവൻ. ഫസ്റ്റ് പോയിന്റ്, മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്, ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ്. റോബർട്ട് ഓവൻ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അയാൾ എന്താവുന്നില്ല, ഒരുപാട് നല്ലവനോ അല്ലെങ്കിൽ ഒരുപാട് മോശപ്പെട്ടവനോ ആവുന്നില്ല. അയാൾ എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? സർക്കംസ്റ്റാൻസസ് ആണ്, അയാളുടെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളാണ് ആ വ്യക്തിയെ നല്ലവനും മോശപ്പെട്ടവനുമാക്കുന്നത് എന്നാണ് റോബർട്ട് ഓവൻ പറയുന്നത്. Man by birth is neither too good nor too bad. It is the circumstances that make him good or bad. എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികൾ നല്ലവനും ചീത്തവനുമാവുന്നത് ജനിച്ച ഉടനെ അല്ല, സാഹചര്യങ്ങളാണ് ആ വ്യക്തിനെ നല്ലവനോ ചീത്തവനോ ആക്കി മാറ്റുന്നത് എന്നാണ് റോബർട്ട് ഓവൻ പറയുന്നത്. നെക്സ്റ്റ് എന്താ റോബർട്ട് ഓവൻ പറയുന്നത്? നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ്, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ ഇല്ല. നെക്സ്റ്റ് നോ മണി, അവിടെ പണം ഉണ്ടോ? പണവും ഇല്ല. കാരണം വ്യക്തികൾ പണം ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൊണ്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. അന്നത്തെ കാലത്ത് പണത്തിന് അല്ലല്ലോ, അവരിപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആണ് അന്ന് വർക്ക് ചെയ്യുന്നത്. അവിടെ പണത്തിന് നോ മണി, അവർ പണം ഗെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, പ്രോഫിറ്റും ഉണ്ടാവുന്നില്ല. റോബർട്ട് ഓവൻ്റെ വേർഡ്സ് എന്തൊക്കെയാണ്? മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്, ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ്. നെക്സ്റ്റ് പോയിന്റ്, നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. നെക്സ്റ്റ് കോഓപ്പറേഷനെ പറ്റി ആരാ ഡിഫൈൻ ചെയ്തത്? മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? കോഓപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. എന്താ പറഞ്ഞത്? കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്രൈം ആയിരിക്കും, കുറ്റകൃത്യമായിരിക്കും. എന്തില്ലെങ്കിൽ അവിടെ പരസ്പര ബഹുമാനവും വിശ്വാസവും ഇല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്നാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. എന്താണ്? കോഓപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും ഇല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറ്റകൃത്യമാണ് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? The cooperative movement will be the blessing only to the extent that it is a movement strictly directed to men fired with religious fire.
എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടുതൽ ഉള്ള ഈ സാഹചര്യത്തിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, ഒരനുഗ്രഹമാണ് എന്നാണ് എന്ത് പറയുന്നത്, ഗാന്ധിജി പറയുന്നത്. കാരണം എന്താണ്, കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കളർ അടിസ്ഥാനത്തിലോ അങ്ങനെയൊന്നും അല്ലല്ലോ വ്യക്തികൾ ചേർക്കുന്നത്. അവരവരുടേതായ ഇഷ്ടപ്രകാരം വന്ന് ചേരുകയാണ്. അവിടെയാണെങ്കിൽ ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുക. അവിടെ എന്താണ്, റിലീജിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യ പ്രകാരം എന്താണ്, കോഓപ്പറേഷൻ മൂവ്മെന്റ് വിൽ ബി ദ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ഒരു അനുഗ്രഹമാണ് എന്നാണ് കോഓപ്പറേഷൻ്റെ ഇതിൽ ഗാന്ധിജി പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് മുൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. കോഓപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഇത് ചോദിക്കാനാണെങ്കിൽ സാധ്യതയുണ്ട്. ഇനി ഗാന്ധിജിയുടെ തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റാണ്, ഐ വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ബൈ ദ നമ്പർ ഓഫ് സൊസൈറ്റീസ് ഫോംഡ് ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻ ഓഫ് ദ മെമ്പേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് വിജയം മെഷർ ചെയ്യുന്നത് എത്ര കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവിടെ ഉണ്ട് എന്നതിലല്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് വിജയം മെഷർ ചെയ്യേണ്ടത്, ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻ ഓഫ് ദ മെമ്പേഴ്സിൻ്റെ മോറൽ കണ്ടീഷന് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നതിലാണ് കോഓപ്പറേഷൻ്റെ വിജയം എന്ന് പറയുന്നത്. എത്ര സൊസൈറ്റികൾ ഉണ്ട് എന്നതിലല്ല ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിജയം എന്നുള്ളത് ആണ് ആര് പറയുന്നത്, മഹാത്മാഗാന്ധി. ഓരോ വ്യക്തികളുടെയും ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് നോക്കേണ്ടത് എന്നാണ്, വിജയം നോക്കേണ്ടത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, കോഓപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഇസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. പരസ്പര സഹായവും അതുപോലെ പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും ഇല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്, ഒരു കുറ്റകൃത്യമാണ്. സെക്കൻഡ്, ദ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വിൽ ബി ദ ബ്ലെസ്സിങ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ മൂവ്മെന്റ് സ്ട്രിക്ട്ലി ഡയറക്റ്റഡ് ടു മെൻ ഫയർഡ് വിത്ത് റിലീജിയസ് ഫയർ. ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. കാരണം ഇതൊരു സഹകരണ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ അതൊരു അനുഗ്രഹമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഐ വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് സൊസൈറ്റീസ് ഫോംഡ് ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻ ഓഫ് ദ മെമ്പേഴ്സ്. വ്യക്തികളുടെ മോറൽ കണ്ടീഷൻ, വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോഓപ്പറേഷൻ്റെ വിജയം ഞാൻ മെഷർ ചെയ്യുന്നത്. എത്ര സൊസൈറ്റികൾ ഉണ്ട് എന്നത് വെച്ചിട്ടല്ല കോഓപ്പറേഷൻ്റെ വിജയം മെഷർ ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത്, ഗാന്ധിജി പറയുന്നത്. ഇതിൽ നമുക്ക് 2 കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഓർത്തു വെക്കാം. കാരണം ഇത്രയും ഡെഫിനിഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് മഹാത്മാഗാന്ധി, അതുപോലെ ക്രൈം, ബ്ലെസ്സിങ്, മോറൽ കണ്ടീഷൻ. ഈ 3 പോയിന്റും ഓർത്തു വെച്ചാൽ മതി. മഹാത്മാഗാന്ധി, ക്രൈം ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ കൊലപാതകമാണല്ലോ മഹാത്മാഗാന്ധിൻ്റെത്. അപ്പോൾ ക്രൈം, മഹാത്മാഗാന്ധി വരുമ്പോൾ തന്നെ ആ ക്രൈം ഓർത്താൽ മതി. ക്രൈം ഇതിലാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്നുള്ളത് ആലോചിച്ചാൽ മതി. പിന്നെ ബ്ലെസ്സിങ്, മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമായിട്ടാണല്ലോ. കാരണം നമ്മുടെ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ആലോചിച്ചിട്ട് ബ്ലെസ്സിങ് ആ ഒരു ഇത് ആലോചിച്ച് വെക്കുക, അനുഗ്രഹം. നെക്സ്റ്റ് മോറൽ കണ്ടീഷൻ. ഈ ഒരു 3 പോയിന്റ് വെച്ച് ഓർത്താൽ മതി. മഹാത്മാഗാന്ധി, ക്രൈം, ബ്ലെസ്സിങ്, മോറൽ കണ്ടീഷൻ, ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്വേർഡ് മക്ലഗനാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് കോഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1904 എഡ്വേർഡ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാനായിരുന്നു എഡ്വേർഡ് മക്ലഗൻ. എന്തിനാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്? കോഓപ്പറേഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10 ഇയർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്. 1904 അപ്പോയിൻറ്റ് ചെയ്തു. 1914 എന്ത് ചെയ്തത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 10 വർഷത്തെ പഠനത്തിന് ശേഷമാണ് എഡ്വേർഡ് മക്ലഗൻ ഇതിനെപ്പറ്റി പറയുന്നത്. എന്താണ് എഡ്വേർഡ് മക്ലഗൻ പറയുന്നത്?
ഫസ്റ്റ് പറയുന്ന പോയിന്റ് ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ്സ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേയും ശേഷവും എന്തില്ല, ടീച്ചിങ് ഇല്ല. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് കോഓപ്പറേഷൻ എന്ത് വരുന്നത്, ഇവിടെ സക്സസ് ആയി വരാത്തത് എന്നാണ് ആര് പറഞ്ഞത്, എഡ്വാർഡ് മക്ലഗൻ പറഞ്ഞത്. ലാക്ക് ഓഫ് ടീച്ചിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ദ മൂവ്മെന്റ് ഡിഡ് നോട്ട് ടേക്ക് ലോങ് ടു ഔട്ട്ഗ്രോ ദ ഡ്രീംസ് ഓഫ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന മൂവ്മെന്റ് എന്തായിട്ടില്ല, അത് കണ്ടുപിടിച്ചവരുടെ സ്വപ്നങ്ങൾക്ക് അത്രയും വളർന്നിട്ടില്ല എന്നതാണ് എഡ്വാർഡ് മക്ലഗൻ പറഞ്ഞത്. ദ മൂവ്മെന്റ് ഡിഡ് നോട്ട് ടേക്ക് ലോങ് ടു ഔട്ട്ഗ്രോ ദ ഡ്രീംസ് ഓഫ് ദ ഫൗണ്ടേഴ്സ്. സ്വപ്നാടിസ്ഥാനത്തിൽ ഉയർന്നിട്ടില്ല, ഈ ഫൗണ്ടേഴ്സ് സ്വപ്നം കണ്ട അത്ര ഉയർന്നിട്ടില്ല എന്ത്, കോഓപ്പറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നാണ് എഡ്വാർഡ് മക്ലഗൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പേഴ്സൺ പ്ലാറ്റോ. പ്ലാറ്റോ എന്താ പറഞ്ഞത്, ഇൻ സീക്കിംഗ് ദ ഗുഡ് ഓഫ് അതേഴ്സ് വി ഫൈൻഡ് അവർ ഓൺ. മറ്റുള്ളവരുടെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അപ്പോൾ എന്താവും, നമ്മുടെ നല്ല സ്വഭാവങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ആര് പറയുന്നത്, പ്ലാറ്റോ പറയുന്നത്. മറ്റുള്ളവരുടെ പോസിറ്റീവ് സൈഡുകൾ, നല്ല ക്യാരക്ടറുകൾ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കാം. നെഗറ്റീവുകളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അവരുടെ നല്ലത് മാത്രം നമ്മൾ അംഗീകരിക്കുക, നമ്മൾ എടുക്കുക. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്വഭാവത്തിലെ നന്മകളെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വി ഫൈൻഡ് അവർ ഓൺ. നമ്മളെ നല്ല ഗുണങ്ങൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് പ്ലാറ്റോ പറയുന്നത്. എന്താണ്, ഇൻ സീക്കിംഗ് ദ ഗുഡ് ഓഫ് അതേഴ്സ് വി ഫൈൻഡ് അവർ ഓൺ. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ കാണുക, അതുവഴി നമ്മളെ നല്ല ഗുണങ്ങൾ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. നെക്സ്റ്റ് പ്രൊഫസർ PH കാസിൽമാൻ. പ്രൊഫസർ PH കാസിൽമാൻ എന്താ പറഞ്ഞത്, കോഓപ്പറേഷൻ ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വിത്ത് എ സോഷ്യൽ കണ്ടന്റ്. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു സാമ്പത്തിക സിസ്റ്റമാണ്, നയമാണ് എന്ത്, കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്നാണ് പ്രൊഫസർ PH കാസിൽമാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നും നമ്മൾ ടോട്ടൽ 7 ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വണ്ണ് ICA 1995 ആണ്. അതിൻ്റെ കീവേഡ് ഓർത്ത് വെക്കാനുള്ള കീവേഡ് എന്തായിരുന്നു, ICA 1995 ഓട്ടോണമസ്. സെക്കൻഡ് വണ്ണ് റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ്റെ ചെറിയ ഡെഫിനിഷൻ ആയതുകൊണ്ട് നമുക്ക് കീവേഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. Then man by birth is neither too good nor too bad. It is a circumstance that make him good or bad. അത് സിമ്പിളാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. നെക്സ്റ്റ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിൻ്റെ കീവേഡ്സ് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ക്രൈം. മഹാത്മാഗാന്ധിനെ ക്രൈം രീതിയിലാണ് കൊലപ്പെടുത്തിയത്, അപ്പോൾ ക്രൈം. നെക്സ്റ്റ് ബ്ലെസ്സിങ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നതന്നെ നമുക്ക് ബ്ലെസ്സിങ് ആണ്, അതുകൊണ്ട് ബ്ലെസ്സിങ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വണ് മോറൽ കണ്ടീഷൻ. അത് 3 കീവേഡായിട്ട് ഓർത്ത് വെക്കുക. മഹാത്മാഗാന്ധി, ബ്ലെസ്സിങ്, മോറൽ കണ്ടീഷൻ, ക്രൈം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എഡ്വാർഡ് മക്ലഗൻ ആണ്. എഡ്വാർഡ് മക്ലഗൻ്റെത് ടീച്ചിങ് ആണ്, ലാക്ക് ഓഫ് ടീച്ചിങ്. നെക്സ്റ്റ് ഫൗണ്ടേഴ്സിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ഗ്രോ വന്നില്ല, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഗ്രോത്ത് വന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പ്ലാറ്റോ എന്താ പറഞ്ഞത്, നമ്മുടെ നല്ല ഗുണങ്ങൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ അംഗീകരിക്കുക, അത് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പറഞ്ഞത് കാസിൽമാൻ കോപ്പറേഷൻ ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വിത്ത് എ സോഷ്യൽ കണ്ടന്റ്. സോഷ്യൽ കണ്ടന്റോട് കൂടിയിട്ടുള്ള സാമ്പത്തിക സിസ്റ്റമാണ് കോഓപ്പറേഷൻ എന്നതാണ് ആര് പറഞ്ഞത്, PH കാസിൽമാൻ പറഞ്ഞത്. നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് and see you soon.